श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. ശ്രീരാമ അവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. പൂർണ്ണ ഗർഭം ധരിച്ചു. അങ്ങനെ അർഭകന്മാരും 4 അർഭകന്മാർ കുഞ്ഞുങ്ങൾ, 4 കുഞ്ഞുങ്ങളും പിറന്നാർ ഉടനുടൻ. വഴിയെ ആയിട്ട് 4 പേരും അങ്ങനെ പിറന്നു. ഇനി ഭഗവാൻ ജനിച്ചപ്പോഴുണ്ടായ ആ ഒരു നക്ഷത്ര നിലയെ, ജ്യോതിഷപ്രകാരമുള്ള നക്ഷത്ര നിലയെ കുറിച്ച് പറയുന്നു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ, 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന ആ ഒരു കാലത്തിലാണ് അച്യുതൻ ഭഗവാൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, കൗസല്യയുടെ മകനായിട്ട് ജനിച്ചത്. നക്ഷത്രം പുനർവസു പുണർദം നക്ഷത്രത്തിൽ നവമി അല്ലോ തിഥി. ഒരു മാസത്തിൽ 15 തിഥിയാണ്. അതിൽ നമുക്ക് ഏകാദശിയൊക്കെ വളരെ പരിചയമുള്ള തിഥിയാണ്. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ അഷ്ടമിക്കാണ് ജനിച്ചത്, കൃഷ്ണാഷ്ടമി. വാമനാവതാരം ദശമിക്കായിരുന്നു, അതാണ് തിരുവോണത്തിലെ ദശമി നാളിലാണ്. ഇനി ഇപ്പോൾ ഭഗവാൻ നവമി നാളിലാണ്, അതുകൊണ്ടാണ് രാമനവമിയായിട്ടത് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അത് തിഥിയുടെ പേരാണ്, ദിവസം എന്നർത്ഥം. ആ ദിവസം നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. ഇതാ ഒരു ഗ്രഹനിലയെ കുറിച്ച് പറയുകയാണ്. നക്ഷത്രാധിപനായിട്ടുള്ള ആ ഒരു ചന്ദ്രനോടു കൂടവേ ബൃഹസ്പതി വ്യാഴം കർക്കിടക രാശിയിലാണ്, അവിടെ ലഗ്നം. അപ്പൊ ഈ ജ്യോതിഷപ്രകാരമുള്ള കാര്യങ്ങൾ അറിയുന്നവർക്കേ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് ഇതൊക്കെ കേട്ട പരിചയമേ ഉള്ളൂ. അപ്പോൾ കർക്കിടക രാശിയിലെത്തിയിരിക്കുന്ന ആ ഒരു പുണ്യസമയം, അത്യുച്ചസ്ഥിതനായിട്ട് ആ ബൃഹസ്പതി, അതായത് വ്യാഴം സ്ഥിതനായിട്ടിരിക്കുന്ന സമയം. അവിടെ അർക്കൻ, സൂര്യൻ അത്യുച്ചസ്ഥൻ, അതായത് സൂര്യന്റെ ഏറ്റവും പൂർണ്ണതയുള്ള സമയം എന്ന് പറയുന്നത് മധ്യാഹ്നമാണ്. അങ്ങനെ മധ്യാഹ്ന സമയത്തുള്ള അങ്ങനെ ഉദയം ചെയ്ത കർക്കിടക രാശി. ആ രാശിയിൽ അർക്കജൻ തുലാത്തിലും, അർക്കൻ സൂര്യന്റെ മകൻ അർക്കജൻ ശനി. അപ്പൊ ശനി തുലാത്തിലും, തുലാം രാശിയിലും. ഭാർഗവൻ ശുക്രൻ മീനം രാശിയിലും, മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി, ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മകരം രാശി തന്നിലും. ഇങ്ങനെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. അപ്പോൾ പുണ്യജന്മങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഗ്രഹനിലയും അതുപോലെ യോജിച്ച് അതിന് പറ്റിയ ഒരു നിലയിൽ ആയിത്തീരും എന്ന് തന്നെയാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ ഭഗവാൻ അവതരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദിക്കുകൾ പ്രസാദിച്ചു. ഇവിടെ ഭഗവാൻ ജനിക്കുന്നത് മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏകദേശം ഏപ്രിൽ മാസത്തിലെ രാമനവമി വരുന്നത്. മേടമാസത്തിലാണ് ഭഗവാൻ ജനിച്ചത്. ദിക്കുകളൊക്കെ പ്രസാദിച്ചു. ആ പ്രപഞ്ചം മുഴുവൻ പ്രസാദം ഉള്ളതായിട്ട് അത് അനുഭവപ്പെടുന്നു. ഒപ്പം ദേവകളും പ്രസാദിച്ചു. പെറ്റിതു കൈകേയിയും. ഇത് ഭഗവാനെ പുണർദം നക്ഷത്രം ആ ഒരു ദിവസം പ്രസവിച്ചു. അതിൻ്റെ പിറ്റേ നാൾ, അതായത് പുഷ്യ നക്ഷത്രം, പൂയം നക്ഷത്രത്തിൽ കൈകേയിയും
പെറ്റിതു. പുഷ്യനക്ഷത്രത്തിലാണ് ഭരതൻ ജനിക്കുന്നത്. അതിന് പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ആയില്യം നക്ഷത്രത്തിലാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നത്. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ. യഥാർത്ഥത്തിൽ ജന്മം ഇല്ലാത്ത ആ പരബ്രഹ്മമൂർത്തി പത്മേക്ഷണൻ, താമര പൂ പോലെയുള്ള മനോഹരമായ കണ്ണുകളോടുകൂടിയ ഭുവനേശ്വരൻ, സാക്ഷാൽ മഹാവിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അതേ രൂപത്തിൽ രൂപഭാവത്തിൽ അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ഭഗവാൻ ആ മായയുടെ ആവരണം മാറ്റിയിട്ട് തൻ്റെ അമ്മയായ കൗസല്യാദേവിക്ക് തൻ്റെ ഒരു ദിവ്യ ദർശനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദർശനം ലഭിക്കുന്ന സമയത്ത് ആ ദർശനം ലഭിക്കുന്നയാൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ആ ഒരു മായയുടെ ആവരണം വിട്ടൊഴിയും. അങ്ങനെ വിട്ടൊഴിയുമ്പോഴാണ് അവർക്ക് ആ പരമാത്മാവിൻ്റെ യഥാർത്ഥ അനുഭവം, ആ ഒരു രൂപം, യഥാർത്ഥത്തിൽ ആരാണ് ഭഗവാൻ എന്ന് അവർക്ക് സ്വയം ബോധ്യമാകും. അങ്ങനെയാണ് അവർ ഭഗവാനെ പല വാക്കുകളെ കൊണ്ട് സ്തുതിക്കുന്നത്. അപ്പോൾ ഇത് ശ്രീകൃഷ്ണ അവതാരത്തിലും നമുക്ക് കാണാം. ദേവകി വസുദേവർക്ക് ഭഗവാൻ ഇങ്ങനെ ഒരു ദർശനം കൊടുത്തപ്പോഴാണ് അവർ കുറച്ചു നേരത്തേക്ക് ആ മായാബന്ധനത്തിൽ നിന്ന് മുക്തരായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇതുപോലെ യശോദയ്ക്ക് തൻ്റെ വായയിൽ എല്ലാം ഭഗവാൻ കാണിച്ചു കൊടുത്തപ്പോഴും യശോദ കുറച്ചു നേരത്തേക്ക് മായയിൽ നിന്ന് മുക്തയായിരുന്നു. അതുപോലെ അർജുനന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത സമയത്തും കുറച്ചു നേരത്തേക്ക് അർജുനൻ മായയിൽ നിന്ന് മുക്തനായിരുന്നു. ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറച്ചു നേരത്തേക്ക് അവർ ആ മായാബന്ധനത്തിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് അവർക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതും. അതുകൊണ്ടാണ് അവർ ആ പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത്. അതാണിവിടെ കൗസല്യയ്ക്ക് ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുത്തു. ആ രൂപം സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം 100 കിരണങ്ങളുള്ള സൂര്യൻ ഒരുമിച്ച് സഹസ്രായുധം 10,000 അത്രയും സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നത് പോലെ, അങ്ങനെ ഉയർന്നാൽ എത്രമാത്രം പ്രകാശമുണ്ടാകുമോ അതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി, സഹസ്രപത്രോദ്ഭവൻ ബ്രഹ്മാവ്, നാരദമുനി, സനത്കുമാരാദി മഹർഷിമാർ, ഒപ്പം സഹസ്രനേത്രം മുഖം, സഹസ്രനേത്രൻ ഇന്ദ്രന് ഈ അഹല്യയുടെ ആ ഒരു ശാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ദ്രന് 1000 കണ്ണുകൾ ഉണ്ടാവട്ടെ എന്ന ശാപം കിട്ടിയത്. അങ്ങനെ ആണ് ഇന്ദ്രന് സഹസ്രനേത്രൻ എന്ന പേര് വന്നത്. അങ്ങനെ ഇന്ദ്രൻ അതുപോലെയുള്ള, ഇവിടെ സഹസ്രനേത്ര മുഖ എന്നതുകൊണ്ട് ഇന്ദ്രാദികളായിട്ടുള്ള വിബുധേന്ദ്രന്മാരാലും ദേവന്മാരാലും വന്ധ്യമായിരിപ്പോരു, അവരാൽ വന്ദിക്കപ്പെടുന്ന ഭഗവാന്റെ ആ രൂപത്തെയാണ് ഇനി വർണ്ണിക്കുന്നത്. നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും. മകുടം ഭഗവാൻ ഓരോരോ അവസരത്തിൽ ഭഗവാൻ കിരീടവും മകുടവും മാറി മാറി ധരിക്കും. അപ്പൊ രണ്ടിൻ്റെതായ പ്രത്യേകതകളാണ്. ഒപ്പം സുന്ദരമായ ചിഗുരം, നല്ല ഇടതൂർന്ന ചുരുണ്ട മുടി, ആ മുടിയുടെ അളകം കുറുനിര, അതിങ്ങനെ മുഖത്തേക്ക് വീഴുന്നത് കൊണ്ടുള്ള സുഷമ ഭംഗി. ഒപ്പം ഭഗവാന്റെ കണ്ണുകളാകട്ടെ കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനം, ആ ഒരു കാരുണ്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ആരുണ്യാംബര പരിശോഭിത ജഘനം, അരുണാംബരം, അരുണം എന്നാൽ നല്ല ചുവന്ന അംബരം വസ്ത്രം, ചുവന്ന വസ്ത്രം പരിശോഭിതം, ധരിച്ചതുകൊണ്ട് പരിശോഭിതമായിരിക്കുന്ന ജഘനം ഭഗവാന്റെ അരക്കെട്ട്. ഒപ്പം ശംഖ ചക്ര അബ്ജ ഗദാശോഭിത ഭുജങ്ങളും, ഭഗവാന്റെ 4 കൈകളിലായിട്ട് ശംഖം, ചക്രം, അബ്ജം, താമര, ഗദ, ഇത്രയും അലങ്കാരങ്ങൾ ഉണ്ട്. ഒപ്പം ശംഖസന്നിഭം, ഒരു വലംപിരി ശംഖു പോലെ അതിൻ്റെ ആകൃതിയിൽ സുന്ദരമായിരിക്കുന്ന, അതുപോലെ സുന്ദരമായ ഗളം,
ഭഗവാന്റെ കഴുത്ത്, അതിൽ രാജിതം, അതിൽ വിരാജിക്കുന്ന കൗസ്തുഭവും. കൗസ്തുഭം എന്ന രത്നം ഭഗവാന്റെ കഴുത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന രത്നമാണ്. ഒപ്പം ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായിട്ട് വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവം. ഭഗവാന് ഈ ശ്രീവത്സം മറുകിൽ ധരിക്കാനുണ്ടായ കാരണം ഭൃഗു മഹർഷി ഒരിക്കൽ ഭഗവാനെ ചവിട്ടിയതാണ്. അപ്പൊ അങ്ങനെ ചവിട്ടിയിട്ട് പോലും ആ ഭൃഗു മഹർഷിയോട് കോപിക്കാതെ, അതാണ് ഭക്തവാത്സല്യത്തെ തൻ്റെ മറ്റുള്ള ഭക്തന്മാർക്ക് കണ്ടറിവാനായിട്ട് ഒരു അടയാളം എന്ന പോലെ വ്യക്തമായിരിപ്പൊരു പാവനമായ ശ്രീവത്സം, ശ്രീവത്സം എന്ന മറുക് അത് ധരിച്ചിരിക്കുന്നു. കുണ്ടല മുക്താഹാരം, കുണ്ടലം മകരകുണ്ടലം, കമ്മലുകൾ, മുക്താഹാരം മുത്തുമാലകൾ, കാഞ്ചി നൂപുര മുഖമണ്ഡനം, കാഞ്ചി കാൽത്തളകൾ, നൂപുരം, കാഞ്ചി നൂപുരം സ്വർണ്ണ നൂപുരം, സ്വർണ്ണ പാദസരം, മുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ഡല വദനവും. ഒപ്പം തിളങ്ങുന്ന ഇന്ദുമണ്ഡലം, ആ ചന്ദ്രമണ്ഡലം പോലെ വിളങ്ങുന്ന ഭഗവാന്റെ മുഖമണ്ഡനം. പിന്നെ പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും. വാമന അവതാര സമയത്ത് 14 ലോകങ്ങളും ഒരു അടികൊണ്ട് അളന്ന ആ പാദാബ്ജം, ആ പാദകമലം കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും, ഇങ്ങനെ ഭഗവാന് നേരിട്ട് കണ്ട ആ പരമാനന്ദത്തോടെ മോക്ഷദനായ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ജഗത് സാക്ഷിയാം പരമാത്മാ, ജഗത്തിന്റെ തന്നെ സാക്ഷിയായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള സാക്ഷാൽ ശ്രീനാരായണൻ താൻ ഇത്, ഈ തൻ്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. അപ്പോ മായാബന്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു മുക്തി കിട്ടിയ കൗസല്യാദേവിയാണ് ഇനി സ്തുതിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളൊക്കെ വെളിവായി കിട്ടിയ ഒരു അവസ്ഥയിലാണ് കൗസല്യാദേവി ഉള്ളത്. ആ രീതിയിലാണ് ദേവി സ്തുതിക്കുന്നത്. നമസ്തേ ദേവദേവ ശംഖ ചക്ര അബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന ഹരേ, നമസ്തേ നാരായണ നമസ്തേ നരകാരേ, സമസ്തേശ്വര ശൗരേ. ശൗരിയുടെ മകൻ, ശൂരസേനന്റെ മകന്റെ മകൻ എന്ന രീതിയിലാണ് ശൗരേ എന്ന് വിളിക്കുന്നത്. നമസ്തേ ജഗത്പദേ, നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ഇത് സീതാദേവി ഹനുമാന് പറഞ്ഞുകൊടുത്ത ആ രഹസ്യം ഇവിടെ കൗസല്യാദേവിക്ക് കുറച്ചു നേരത്തേക്ക് ആ മായാബന്ധത്തിൽ നിന്ന് മുക്തയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലായത്. അപ്പോൾ പറയുകയാണ്, ആ സത്യം ഗ്രഹിച്ച് പറയുകയാണ്, ഭഗവാനെ അങ്ങ് ആ മായാദേവിയെ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എന്നാൽ സത്വാദി ഗുണത്രയമാശ്രയിച്ച്, സത്വ രജ തമോ ഗുണങ്ങളെ ആശ്രയിച്ചാണ് ഇവിടെ സൃഷ്ടി ഒക്കെ നടത്തുന്നത്. ഇതിനെ ആശ്രയിച്ച് എന്തിന് ഇത് എന്ന്, എന്തിനാണ് ഈ ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്, എന്തിനിങ്ങനെ സംഹരിക്കുന്നു, ഇങ്ങനെ സ്ഥിതി പാലനം ചെയ്യുന്നു, ഇതൊന്നും ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. ഉത്തമരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് പോലും ഭഗവാനെ ഇന്നും അറിയില്ല, ഭഗവാൻ എന്തിനാണിങ്ങനെ സൃഷ്ടി നടത്തുന്നത്. ഒരു കൊച്ചുകുട്ടി മണ്ണപ്പം ചുട്ട് കളിക്കുന്നത് പോലെ മണ്ണുകൊണ്ട് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കുറേ നേരം അതിനെ വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മതിയായി, എല്ലാം തച്ചുടച്ചു. അങ്ങനെ കുട്ടി കളിയൊക്കെ വിട്ടുപോയി. ഇതേപോലെ ഭഗവാൻ ഈ പ്രകൃതിയെ വെച്ചൊരു കളി, ഒരു ലീല, അതാണ് ഭഗവാന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ഇതൊന്നും ഒരു സാധാരണക്കാരന് അവന്റെ ആ പരിമിതമായ ബുദ്ധി കൊണ്ട് എത്രയൊക്കെ ആലോചിച്ചാലും മനസ്സിലാവില്ലല്ലോ ഭഗവാനെ. ഇനി ഭഗവാന്റെ ആ പരമാത്മ തത്വ രൂപത്തിലുള്ള ആ ഒരു വിശേഷണങ്ങളെ പറയുന്നു. ഇതിൽ പല
കാര്യങ്ങളും പല പേരുകളുടെയും ആ ഒരു അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. മുമ്പ് സൂചിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും വന്നാൽ, പുതിയതായിട്ടുള്ളത് കണ്ടാൽ ഞാൻ അർത്ഥം പറയാം. അല്ലാത്തത് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ്. പരമൻ, പരാപരൻ, പരബ്രഹ്മാഖ്യൻ, പരബ്രഹ്മം എന്ന് ആഖ്യം എന്ന് വെച്ചാൽ പേരുള്ളവൻ. പരൻ, പരമാത്മാവ്, പരൻ, പുരുഷൻ, പരിപൂർണൻ, അച്യുതൻ, ഒരിക്കലും ച്യുതി സംഭവിക്കാത്തവൻ, അനന്തൻ, അവ്യക്തൻ, അവ്യയൻ, ഏകൻ. അച്യുതൻ, അനന്തൻ, അവ്യക്തൻ, അവ്യയൻ, ഏകൻ, ഇങ്ങനെയാണ് ഒരുമിച്ച് പറയുന്നത്. നിശ്ചലൻ, നിരുപമൻ, നിർവാണപ്രദൻ, നിർവാണം മോക്ഷം, മോക്ഷത്തെ തരുന്നവൻ, നിത്യൻ, നിർമ്മലൻ, നിരാമയൻ, നിർവികാരാത്മാദേവൻ, നിർമ്മമൻ, മമത്വമില്ലാത്ത, ഒന്നിനോടും മമത്വമില്ലാത്ത, നിരാകുലൻ, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത, നിരഹങ്കാരമൂർത്തി, അഹങ്കാരം എന്നാൽ വ്യക്തിബോധം, ഞാൻ എന്നൊരു വ്യക്തിബോധമില്ലാത്തവനാണ്. അങ്ങനെയുള്ള നിരഹങ്കാരമൂർത്തി, നിഷ്കളൻ, നിരഞ്ജനൻ, നീതിമാൻ, നിഷ്കൽമഷൻ, നിർഗുണൻ, നിഗമാന്ത വാക്യാർത്ഥവേദ്യൻ. ഇതേ അർത്ഥം വരുന്ന വാക്കാണ് വേദാന്തവാക്യ വേദ്യൻ എന്ന് ഭഗവാന്റെ വന്ദന ശ്ലോകങ്ങളുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെ വേറൊരു പദം ഉപയോഗിച്ച് പറയുന്നു. നിഗമം എന്നാൽ വേദം, നിഗമാന്തം വേദാന്തം, വേദാന്തവാക്യ അർത്ഥം, തത്വമസ്യാദി വാക്യാർത്ഥം കൊണ്ട് മാത്രം വേദ്യൻ, അറിയപ്പെടുന്നവൻ, നാഥൻ, എല്ലാറ്റിൻ്റെയും നാഥനായിരിക്കുന്നവൻ, നിഷ്ക്രിയൻ, നിരാകാരൻ, നിർജര നിഷേവിതൻ, നിർജരന്മാർ എന്നാൽ ജരാനരാദികളില്ലാത്ത ആ ദേവന്മാർ, ദേവന്മാരാൽ നിഷേവിതൻ, എപ്പോഴും സ്തുതിക്കപ്പെടുന്നവൻ, നിഷ്കാമൻ, ഒന്നിനെക്കുറിച്ചും ആഗ്രഹമില്ലാത്തവൻ, നിയമിനാം ഹൃദയ നിലയനൻ. നിയമികൾ എന്നാൽ മനസ്സിനെ നിയന്ത്രിച്ച, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച യോഗികൾക്ക് മാത്രം അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നവൻ, ഹൃദയ നിലയനൻ. ഇനി അദ്വയൻ, അജൻ, അമൃതാനന്ദൻ, നാരായണൻ, വിദ്വന്മാനസ പത്മമധുവൻ. ഇത് തന്നെയാണ് മുമ്പ് വിദ്വത് ഭൃംഗാരാമൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ അർത്ഥം തന്നെയാണ്. വിദ്വാൻമാരാകുന്ന പണ്ഡിതന്മാരാൽ ആകുന്ന മധുവൻ, മധുവൻ എന്നാൽ വണ്ട്, ആ വണ്ടിനാൽ ഭഗവാൻ എന്ന രസം, ആത്മരസത്തെ കുടിക്കുന്നു. അങ്ങനെ കുടിക്കപ്പെടുന്നവൻ മധുവൈരി, മധു എന്ന രാക്ഷസന്റെ വൈരി, ശത്രുവായിരിക്കുന്നവൻ, സത്യജ്ഞാന ആത്മാ, സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിരിക്കുന്നവൻ, സമസ്തേശ്വരൻ, സനാതനൻ, എന്നും ഇവിടെയുള്ള ആ ഭഗവാൻ, സത്വസഞ്ജയ ജീവൻ. ഭഗവാൻ ഒരു രൂപം സ്വീകരിക്കുമ്പോൾ സത്വം മാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. മറ്റ് രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണം മാത്രം എടുത്താണ് ഭഗവാൻ രൂപം സ്വീകരിക്കുന്നത്. സനകാദിഭി സേവ്യൻ, സനകാദി മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നവൻ, തത്വാർത്ഥബോധരൂപൻ. നേരത്തെ പറഞ്ഞ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ എന്ന അതേ അർത്ഥമാണ്. ആ ഒരു തത്വം കൊണ്ട് ഭഗവാനെ അറിയേണ്ടത് താത്വികമായിട്ടാണ്, ശരിയായ രീതിയിൽ. അപ്പൊ അതിൻ്റെ അർത്ഥത്താൽ മാത്രം ബോധം, നമുക്ക് അറിവ് ലഭിക്കുന്ന അങ്ങനെയുള്ള ബോധസ്വരൂപനാണ് ഭഗവാൻ. സകല ജഗന്മയൻ, ഈ ജഗത്ത് തന്നെ ഭഗവാനാണ്, ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് ഈ ജഗത്ത്. സത്താമാത്രകനല്ലോ, ആ സത്ത്, ഉണ്മ ഇവിടെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്. അങ്ങനെ ഇവിടെ എന്നും ഉള്ളത് ഭഗവാൻ മാത്രമാണ്. നിൻതിരുവടി നൂനം, അങ്ങ് മാത്രമാണല്ലോ ഭഗവാനെ ഇവിടെ എന്നും ഉള്ളത്. നിൻതിരുവടിയുടെ ജഠരത്തിങ്കൽ, ഭഗവാനെ അങ്ങയുടെ ഉദരത്തിലാണ് നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. വിരാട് സ്വരൂപ വർണ്ണനയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഉദരം എന്നത് സമുദ്രമാണ്. അപ്പോൾ ഈ പ്രകൃതി പ്രളയകാലത്ത് ലയിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലേക്കാണ്.
അതായത് ഈ 14 ലോകങ്ങളും സർവ ബ്രഹ്മാണ്ടങ്ങളും മഹാപ്രളയത്തിൽ ലയിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ഉദരത്തിൽ ലയിക്കുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നാണ് സങ്കല്പം. അപ്പോ അങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കിടക്കുന്ന അങ്ങയുടെ ജഠരത്തിലാണല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള ഭവാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വന്തം വയറിനുള്ളിൽ ഉദരത്തിൽ വഹിക്കുന്ന ഭഗവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി. ഭഗവാനെ, അങ്ങ് ഈ ഉള്ളവളുടെ ജഠരത്തിൽ ഇങ്ങനെ വന്ന് വസിച്ചുവല്ലോ. 9 മാസവും അത്രയും ദിവസവും കഴിഞ്ഞു. അപ്പൊ അങ്ങ് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചുവല്ലോ. ഇതിനെന്ത് കാരണം ഭഗവാനെ? ഒപ്പം തന്നെ ആ മായാമുക്തയായതുകൊണ്ടാണ് ഇനി അടുത്ത് പറയുന്നത്, ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ കുറച്ചു നേരം ആ മായയിൽ നിന്ന് വിട്ടുനിന്നപ്പോഴാണ് ഈ ഭക്തന്മാരൊക്കെ തന്നെ വിഷയമായുള്ളൊരു, ഇവിടുത്തെ ഭൗതികമായ വിഷയങ്ങളിൽ പെട്ട് ഉഴലുന്നു. ആ ഒരു പാരവശ്യം എനിക്ക് വ്യക്തമായി കാണായി വന്നു. ഞാനിതാ കാണുന്നു, അവരൊക്കെ എന്തുമാത്രമാണ് ഈ ലോകത്തിൽ കിടന്നിങ്ങനെ വിഷമിക്കുന്നത്. ഈ ഉള്ളവളും, അതായത് കൗസല്യ സ്വയം പറയുകയാണ്, ഭർത്തൃപുത്രാർത്ഥ ആകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഞാനും അതുപോലെ എന്നെ പോലെയുള്ള സാധാരണ ലൗകികരും എല്ലാവരും ഭർത്താവ്, പുത്രന്മാർ, അവരുടെ അതുപോലെ അർത്ഥം, ധനം, ധനസമ്പാദനം, ഇതിനെക്കുറിച്ചൊക്കെ ആകുലരായിട്ട് ഈ സംസാരമാകുന്ന ദുഃഖ അംബുധൗ, ദുഃഖമാകുന്ന ആ സമുദ്രത്തിൽ നിത്യവും നിമഗ്നയായിട്ട്, എന്നും ഇതിലിങ്ങനെ മുങ്ങിയിട്ട് ആ ദുഃഖസാഗരത്തിൽ മുങ്ങി ഈ ഒരു മായാ ലോകത്തിൻ്റെ ആ ഒരു കളികളൊന്നും അറിയാതെ അതിൽ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ ഭ്രമിക്കുന്നല്ലോ ഭഗവാനെ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ, ഭഗവാന്റെ തന്നെ മായാശക്തിയാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ കാണാനും ആ മഹാമായയാകുന്ന അംബികയുടെ, ജഗദീശ്വരിയുടെ ആ ഒരു അനുഗ്രഹം വേണം. ആ മായ തന്നുടെ ബലത്തിനാൽ, അതിൻ്റെ ഒരു അനുഗ്രഹത്താലാണ് ഇന്ന് നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. എനിക്കിത് കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ ഭഗവാനെ. ത്വത്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. എനിക്ക് ഇന്ന് എൻ്റെ മുന്നിൽ കണ്ട ഈ രൂപം എന്നും നിത്യവും എൻ്റെ ഉൾക്കാമ്പിൽ, എൻ്റെ ചിത്തത്തിൽ വസിക്കേണം. ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ, എൻ്റെ എല്ലാ പാപങ്ങളും ഒടുങ്ങുവാൻ ഭഗവാനെ. അതുപോലെ മറ്റൊരു പ്രാർത്ഥന കൂടെ, വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ, ഈ ജഗദീശ്വരിയായിട്ട് മോഹിനിയായിട്ട് നമ്മയൊക്കെ മോഹിപ്പിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ മഹാമായയാണല്ലോ, വിഷ്ണുമായയാണല്ലോ. വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. ഭഗവാനെ, എന്നെ ഒരുപാടൊന്നും മോഹിപ്പിക്കരുത്. എനിക്ക് എന്നും ഭഗവാന്റെ ഈ ഒരു ദർശനം എൻ്റെ ഉള്ളിൽ എന്നും ഇങ്ങനെ ഉണ്ടാകണം. എന്നാൽ അപ്പോഴും തൻ്റെ ഒരമ്മ എന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥന കൗസല്യാദേവി പറയുകയാണ്, ഭഗവാനെ, കേവലം അലൗകികമാണ് ഈ രൂപം. അതായത് സാധാരണ ലൗകികരുടെ ദൃഷ്ടിയിൽ പെടാത്ത ഈ അലൗകികമായ വൈഷ്ണവമായ രൂപം, വൈഷ്ണവൻ ചൈതന്യത്തിൻ്റെ മായയിലുള്ള ഈ രൂപം. മായയിലേക്ക് വരുമ്പോഴാണ് ആ ബ്രഹ്മം പോലും ഒരു രൂപം സ്വീകരിക്കുന്നത്. അങ്ങനെ ആ വൈഷ്ണവമായ ഈ രൂപത്തെ ദേവേശ മറയ്ക്കണം. എനിക്കിത് കാണിച്ചു തന്നല്ലോ, എൻ്റെ ജീവിതം സാർത്ഥകമായി. പക്ഷെ എനിക്ക് അങ്ങയെ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ വേണം. അതുകൊണ്ട് അങ്ങിത് മറയ്ക്കണം, മറ്റുള്ളവർ കാണും മുൻപേ. അപ്പൊ ദേവിക്ക് അറിയുന്നില്ല, ഇത് ദേവിക്ക് മാത്രമായിട്ട് ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമാണ്. പക്ഷെ ദേവി വിചാരിക്കുന്നു, ഇത്രയും പ്രകാശമൊക്കെ മറ്റുള്ളവർ കാണുമോ?
ഇങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ ഒരു സംഭ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ കാണും മുമ്പേ അതൊന്നും മറയ്ക്കണം ഭഗവാനെ, എന്നിട്ട് ലാളന ആശ്ലേഷാദി അനുരൂപമായിരിപ്പോരോ, എനിക്ക് ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കാൻ, ആശ്ലേഷിക്കാൻ അനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. ഭഗവാനെ, എനിക്ക് ഭഗവാന്റെ ആ നിഷ്കളങ്കമായ ആ ഒരു കുഞ്ഞിൻ്റെ രൂപം എൻ്റെ മുന്നിൽ ഭഗവാൻ അങ്ങനെയായി തീരൂ എന്ന് കൗസല്യാദേവി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നും കൂടെ പറയുകയാണ്. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ, ഭഗവാനെ, അങ്ങയെ ഒരു പുത്രവാത്സല്യത്താൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുമ്പോൾ ആ ഒരു പരിചരണം, അതിലൂടെ, അവിടെ വ്യാജം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യാജമല്ല, ആ രീതിയിൽ ഞാൻ അങ്ങയെ സേവിക്കുകയാണല്ലോ. അപ്പോൾ പരമാത്മാവിനെ പുത്രവ്യാജേന സ്നേഹിച്ചുകൊണ്ട് എനിക്ക് കടക്കേണം ദുഃഖ സംസാരാർണവം, ഈ ദുഃഖമാകുന്ന സംസാര അമ്പുധി, ആ ഒരു സമുദ്രം എനിക്ക് കടക്കേണം ഭഗവാനെ. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഇങ്ങനെ കൗസല്യാദേവി പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തിരിച്ച് ദേവിയോട് പറയുകയാണ്, മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദേവി എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഉണ്ടാകും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ, അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ആ രാവണനെ കൊന്നിട്ട് സമ്മോദം, ഈ സന്തോഷം, ഈ ലോകത്തിന് സമാധാനം സന്തോഷവുമൊക്കെ ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം പണ്ട് ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ, ബ്രഹ്മാവും ശങ്കരനും തുടങ്ങിയ ദേവന്മാരും ഒക്കെ എല്ലാവരും ചേർന്നിട്ട് നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ അവരൊക്കെ വന്നെന്നെ സേവിച്ചു. അങ്ങനെ മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായിട്ട്, ഈ മനുഷ്യ വംശത്തിൽ നിങ്ങൾക്ക്, കൗസല്യാദേവിക്കും ദശരഥനും തനയനായിട്ട്, മനുഷ്യനായിട്ട് മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. ഇനി എന്തുകൊണ്ട് കൗസല്യക്ക് തന്നെ ജനിച്ചു എന്ന് പറയുന്നു? പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. അമ്മേ, എന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലം തപസ് ചെയ്തുവല്ലോ പൂർവജന്മനി. അങ്ങനെ പൂർവജന്മത്തിൽ ചെയ്ത തപസ്സിന്റെ ഫലമായിട്ട് പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ, അത് കാരണമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വേഷത്തെ കാട്ടിത്തന്നു. എൻ്റെ ഈ പൂർണ്ണ അവതാര സ്വരൂപത്തെ ഞാൻ അമ്മയ്ക്ക് കാട്ടിത്തന്നത് അതുകൊണ്ടാണ്. അന്ന് ചെയ്ത പുണ്യമാണതിന് കാരണം. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എൻ്റെ ഈ ദർശനം ദുർലഭമാണ്, യോഗികൾക്ക് പോലും ദുർലഭമാണ്. മദ്ദർശനം, ഇത് മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ. അങ്ങനെ മോക്ഷ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എൻ്റെ ഈ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം ഇല്ലല്ലോ, പിന്നെ അയാൾക്ക് ഇനി ഒരു ജന്മമില്ല. അങ്ങനെ ജന്മ സംസാര ദുഃഖത്തെ ഇല്ല എന്ന് തന്നെ ഞാനിതാ വാക്ക് തരുന്നു. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. എൻ്റെ ഇപ്പോൾ ഈ കണ്ട രൂപത്തെ എന്നും ധ്യാനിച്ചാൽ തീർച്ചയായും മോക്ഷം ലഭിക്കും, സംശയമില്ല. ഒപ്പം തന്നെ ഇത് വായിക്കുന്ന ഭക്തരായിട്ടുള്ളവർക്കും ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുന്നു. യാതൊരു മർത്യൻ ഇഹ, ഏതൊരു മനുഷ്യനാണോ ഇവിടെ നമ്മിലെ സംവാദം, ഇപ്പോൾ നമ്മൾ തമ്മിൽ നടന്ന ഈ ഒരു സംവാദത്തെ
ആദരാൽ പഠിക്കതാൻ, വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടെ ഭക്തിയോടെ ആരാണോ ഇത് അധ്യയനം ചെയ്യുന്നത്, പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും ഭക്തിയോടെ ആരിത് കേൾക്കുന്നുവോ സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും. അവന് സാരൂപ്യ മുക്തി, സാരൂപ്യം എന്നാൽ ഭഗവാന് തുല്യമായ രൂപത്തോടും ചേർന്നവനായിത്തീരും. അങ്ങനെ വൈകുണ്ഠത്തിലെത്തും എന്നർത്ഥം. ആ വൈകുണ്ഠ ലോകത്തെത്തി ഭഗവാന് തുല്യമായ രൂപഭാവത്തോട് അങ്ങനെ ആയിത്തീരും. അതാണ് സാരൂപ്യമുക്തി. അത് ഉണ്ടാകുമെന്നറിഞ്ഞാലും ഒപ്പം ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇങ്ങനെ ഒരാള്, ഏതൊരു ഭക്തൻ ഇത് കേൾക്കുന്നു, ഇത് പഠിക്കുന്നുവോ, ഭക്തിയോടെ ഇതിനെ മനസ്സിൽ മനനം ചെയ്യുന്നുവോ, അങ്ങനെ ഒരാൾക്ക് മരിക്കുന്ന ആ ഒരു സമയത്ത്, തൻ്റെ അവസാന കാലത്ത് മത്സ്മരണയുമുണ്ടാകും. എന്നെക്കുറിച്ചുള്ള സ്മരണ വളരെ വ്യക്തമായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞ് കരയുന്നോൻ. ഇങ്ങനെ ആ സുന്ദരമായ രൂപത്തെ പറയുകയാണിനി. ഇന്ദ്രനീലാഭ, ഇന്ദ്രനീലത്തിന്റെ ശോഭ, ഇന്ദ്രനീലത്തിന്റെ നിറമാണ് ഭഗവാന്. ആ നിറത്തോടുകൂടിയ സുന്ദരരൂപൻ, അരവിന്ദലോചനൻ, താമരക്കണ്ണൻ, മുകുന്ദൻ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന ആ പരമാനന്ദാത്മാ, പരമാനന്ദമൂർത്തി, ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദ വന്ദിതൻ. ചന്ദ്രചൂഡൻ ഭഗവാൻ, സാക്ഷാൽ ശിവൻ. ആ ശിവന്റെ അരവിന്ദ മന്ദിരം, ഭഗവാന്റെ ആ കൈലാസത്തിലെ വൃന്ദാരക വൃന്ദം, അവിടുത്തെ ആ ഒരു ഭൂതഗണങ്ങൾ, ഭഗവാനെ ചുറ്റും സേവിക്കുന്ന സിദ്ധന്മാർ, കൈലാസത്തിൽ പരമശിവനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വൃന്ദാരക വൃന്ദങ്ങൾ, അവരാൽ വന്ദിക്കപ്പെടുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഭുവി, ഈ ഭൂലോകത്തിൽ വന്ന് അവതാരം ചെയ്താൻ. ഇനിയാണ് ദശരഥ മഹാരാജാവ് ഇങ്ങനെ പുത്രൻ ജനിച്ചു എന്നറിയുന്നു. ഇവിടെ ആദ്യം രാമനാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദനൻ ഉണ്ടായി എന്ന്, ഉണ്ടായിതെന്നാശു പെട്ടെന്ന് കേട്ടോരു പങ്ക്തിസ്യന്തനൻ, ദശരഥൻ, 10 രഥങ്ങളുള്ളവൻ എന്നാണ് അർത്ഥം. പങ്ക്തിസ്യന്തനൻ അഥ പരമാനന്ദാകുലൻ ആയാൻ, സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. മാത്രമല്ല പുത്രജന്മത്തെ ചൊന്ന, തന്നോട് വന്നിട്ട് ഈ ഒരു സന്തോഷ വിവരം അറിയിച്ച ഭൃത്യവർഗത്തിനെല്ലാം, എല്ലാവർക്കും വസ്ത്രഭൂഷണാദ്യഖില അർത്ഥദാനങ്ങൾ, എന്തൊക്കെയോ ഇങ്ങനെ ദാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതൊക്കെ ദാനം ചെയ്തു എന്ന് വേണം നമ്മൾ അർത്ഥമെടുക്കാൻ. അതാണ് വസ്ത്രങ്ങൾ, ഭൂഷണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അതുപോലെ ധനം എല്ലാം ദാനം ചെയ്തു. ഒപ്പം വന്നിട്ട് തൻ്റെ പുത്ര വക്ത്ര അബ്ജം, തൻ്റെ ആ ആദ്യത്തെ മകന്റെ വക്ത്രം, മുഖ, അബ്ജം താമര, മുഖമാകുന്ന താമര, താമരപ്പൂ പോലെ മനോഹരമായ തൻ്റെ മകനെ കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു. അത് കഴിഞ്ഞ് പോയിട്ട് ശുദ്ധമായി സ്നാനം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഗുരുവിൻ നിയോഗത്താൽ, ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആജ്ഞ അല്ലെങ്കിൽ നിർദ്ദേശമനുസരിച്ച് ജാതകർമ്മവും ചെയ്തു. അവിടെ അപ്പോൾ തന്നെ നാമകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ദാനവും ചെയ്തു. അങ്ങനെ അത് ചെയ്യാൻ വന്ന ബ്രാഹ്മണർക്കൊക്കെ ദാനവും ചെയ്തു. പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേനാളും, പിറ്റേന്ന് കൈകേയിയുടെ മകൻ ഉണ്ടായി. അത് കഴിഞ്ഞ് പിറ്റേന്ന് സുമിത്രാപുത്രന്മാരായി ഉണ്ടായതിരുവരും, സുമിത്രക്ക് 2 മക്കൾ ഉണ്ടായി. അമിത്രാന്തകൻ, അമിത്രം ശത്രുക്കൾ, ശത്രുക്കൾക്ക് അന്തകനായിരിക്കുന്ന, അത്രയും പരാക്രമശാലിയായ ദശരഥനും
യഥാവിധി ചെയ്തിതു ജാതകർമ്മം. ഓരോ മക്കൾ ജനിച്ചപ്പോഴും ഓരോരുത്തർക്കുമായിട്ട് അവരുടെ ആ ഒരു ജനിച്ച ഉടനെയുള്ള എല്ലാ സംസ്കാരങ്ങളും ജാതകർമ്മങ്ങൾ ബാലന്മാർക്ക് എല്ലാവർക്കും ചെയ്തു. എല്ലാവർക്കും അവരുടെ നാമകരണവും ഒക്കെ ചെയ്തു. പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ. ജനങ്ങൾക്കും അവിടെയുള്ള അയോധ്യാവാസികൾക്കൊക്കെ തന്നെ ആ സന്തോഷാശ്രുക്കൾ ഒരു മഴ പോലെ പെയ്തു. അത്രയും സന്തോഷമാണ്. സന്തോഷം അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. ഒപ്പം സ്വർണ രത്നൗഘം, സ്വർണവും രത്നവും ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടം, ഔഘം എന്ന കൂട്ടം. ഒപ്പം വസ്ത്രം, ഗ്രാമാദി പദാർത്ഥങ്ങൾ, ഓരോ സ്ഥലങ്ങൾ, ഇവയൊക്കെ എണ്ണമില്ലാതോളം, എത്രയെന്നറിയില്ല, അത്രയും ദാനം ചെയ്തു. ഭൂദേവാനാം, ഭൂദേവന്മാർ ബ്രാഹ്മണന്മാർ. അപ്പോൾ മക്കളുടെ ആ ഒരു ജാതകർമ്മങ്ങൾ ചെയ്യാൻ വന്ന ബ്രാഹ്മണർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്തുക്കളും വസ്ത്രങ്ങളും എന്തൊക്കെയോ അങ്ങനെ ആ ഒരു സന്തോഷാധിക്യമാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ദാനം ചെയ്തു. ഇത് മാത്രമല്ല, ഇവിടെ അയോധ്യാവാസികൾക്ക് മാത്രമല്ല, വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം. വിണ്ണവരുടെ നാട് സ്വർഗലോകം. ആ സ്വർഗലോകത്തും മഹോത്സവം തന്നെയായിരുന്നു. കാരണം അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഭഗവാൻ വന്നിരിക്കുന്നത്. ഒപ്പം കണ്ണുകൾ 1000 തെളിഞ്ഞു മഹേന്ദ്രനും. 1000 സഹസ്രനേത്രനാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1000 കണ്ണുകളും തെളിഞ്ഞു മഹേന്ദ്രൻ. ഇന്ദ്രന് തൻ്റെ 1000 കണ്ണുകളും തെളിഞ്ഞു. അത്ര അധികം സന്തോഷം ഉണ്ടായി. ഇനി ഭഗവാന് പേരിടാൻ, രാമൻ എന്ന് പേരിടാൻ കാരണമായിട്ട് പറയുന്നു, സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം. സമസ്ത ലോകങ്ങളും, എല്ലാ ജീവനും ആത്മാവായിട്ടുള്ള തൻ്റെ ഉള്ളിലെ ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞാൽ അതിൽ തന്നെ രമിക്കാൻ സാധിക്കുന്നു, അതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നു. അതാണ് ഇവങ്കലെ, ഇവനിൽ തന്നെ, ഈ വന്നവതരിച്ച ആ ഭഗവാനിൽ തന്നെ രമിച്ചിടുന്നു. എല്ലാ ലോകങ്ങളും രമിക്കുന്നു നിത്യം, എപ്പോഴും എന്നോർത്ത്. അതുകൊണ്ട് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന്, ഇപ്പൊ വസിഷ്ഠ മഹർഷിയാണ് പേര് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ശ്യാമള നിറം, നല്ല മനോഹരമായ നിറം, അവിടെയും ഇന്ദ്രനീലത്തിന്റെ നിറമാണെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഒരു കറുപ്പും നീലയും ഇടകലർന്ന നിറം. ഇങ്ങനെയുള്ള ആ കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രാമൻ എന്ന പേര് ഭഗവാന് ഇട്ടു. ഇനി ഭരണ നിപുണനാം കൈകേയി തനയന് ഭരതനെന്ന് നാമം അരുളിച്ചെയ്തു മുനി. ഭരണ നിപുണൻ, ആ ഒരു ഭാവിയിൽ ഇവൻ നല്ലൊരു ഭരണകർത്താവാകും എന്ന ആ ഒരു ഭാവിയെ കണ്ടറിയാനുള്ള തൻ്റെ കഴിവുകൊണ്ട് വസിഷ്ഠ മഹർഷി കൈകേയി പുത്രനായ ആ കുഞ്ഞിന് ഭരതൻ എന്ന പേരും അരുളി ചെയ്തു. ലക്ഷണ അന്യുതനായ, ലക്ഷണമൊത്ത സുമിത്രാതനയന്, സുമിത്രയുടെ മകന് ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. അങ്ങനെ ലക്ഷണയുക്തനായതുകൊണ്ടാണ് ലക്ഷ്മണന് ആ പേര് കൊടുത്തത്. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ശത്രുക്കളെ, തനിക്ക് നേരെ വരുന്ന ശത്രുക്കളെയൊക്കെ ഹനിക്കുന്നവനാണ് എന്നതുകൊണ്ട് ശത്രുഘ്നൻ എന്ന് സുമിത്രാത്മജ അവരജനും. സുമിത്രയുടെ മക്കളിൽ അവരജൻ എന്നാൽ ഇളയവൻ, ഇളയവനായിട്ടുള്ള ശത്രുഘ്നന് ആ ഒരു പേര് കൊടുത്തു. അങ്ങനെ നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം. ഇങ്ങനെ 4 മക്കൾക്കും പേരൊക്കെ ഇട്ടതിന് ശേഷം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. ഭൂമിപാലകൻ രാജാവായിട്ടുള്ള ദശരഥൻ. പിന്നീട് സാമോദം ബാലക്രീഡാ തത്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസ അംശ അനുസാരവശാൽ.
ഇവിടെ കൗസല്യാദേവിയുടെ ഒരംശമാണ് സുമിത്രക്ക് കൊടുത്തത്. അതുകൊണ്ട് സുമിത്രയുടെ ഒരു മകനായ ലക്ഷ്മണൻ എപ്പോഴും കൗസല്യയുടെ മകനായ രാമനോട് ചേർന്ന് നടക്കുന്നു. ഇതേപോലെ കൈകേയി തൻ്റെ പായസത്തിൽ നിന്ന് ഒരംശം കൊടുത്തതിനാൽ കൈകേയിയുടെ മകനായ ഭരതനോട് ചേർന്നാണ് എപ്പോഴും സുമിത്രയുടെ മറ്റൊരു മകനായ ശത്രുഘ്നൻ നടക്കുന്നത്. അതാണ് ഈ പായസാംശത്തിനനുസരിച്ചാണ് ഇവരുടെ പിന്നീടുള്ള കളി. 4 പേർ ഒരുമിച്ച് കളിച്ചാൽ പോലും എങ്ങനെയായാലും രാമലക്ഷ്മണന്മാർ ഒന്നിച്ചും ഭരതശത്രുഘ്നന്മാർ ഒന്നിച്ചും അങ്ങനെയാണ് വരുന്നത്. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ. അപ്പോൾ തൻ്റെ സുന്ദരന്മാരായിട്ടുള്ള ആ സോദരന്മാരോടുകൂടി ശ്യാമള നിറം പൂണ്ട ശ്രീരാമചന്ദ്രൻ കാരുണ്യ അമൃത പൂർണ്ണ അപാംഗവീക്ഷണം കൊണ്ടും, ഇനി ആ കൊട്ടാരത്തിലെ എല്ലാവരെയും എങ്ങനെയാണ് സന്തോഷിപ്പിച്ചത് എന്ന് പറയുകയാണ്. തൻ്റെ കാരുണ്യാമൃതപൂർണമായിട്ടുള്ള, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന അപാംഗം, കടക്കണ്ണോട്ടം, അപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്ത വർണ്ണ ആലാപ പീയൂഷം കൊണ്ടും, നല്ല അർത്ഥമുള്ള വാക്കുകൾ അങ്ങനെ മാത്രമേ രാമൻ ഉച്ചരിക്കുകയുള്ളൂ. അതാണ് സാരസ്യാവ്യക്ത, അർത്ഥമുള്ള വാക്കുകൾ, വെറുതെ ഒരു വാക്കുപോലും പറയാതെ എന്നാൽ മറ്റുള്ളവർക്ക് രസിക്കുന്ന പോലെയുള്ള വർണ്ണ ആലാപം, ആ ഒരു സംസാരം, ആ ഒരു പീയൂഷം, അത് അമൃത തുല്യമാണ്. അത് കേൾക്കുന്നവർക്ക് അതൊരു അമൃതമാണ്. ഒപ്പം വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ട്, വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ ഒരു രൂപസൗന്ദര്യം, നിശേഷ ആനന്ദപ്രദ ദേഹമാർദ്ദവം. തീർച്ചയായും കൊച്ചുകുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല മാർദ്ദവമുള്ള ശരീരമാണ്. ഇനി ബന്ധുക ദന്ത അമ്പര ചുംബനരസം കൊണ്ടും, ബന്ധുകം എന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പൂവാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ചുണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അമ്പരം എന്നതും ചുവപ്പ് വസ്ത്രം അല്ലെങ്കിൽ ആ ചുവപ്പ് നിറമുള്ളത് എന്ന അർത്ഥം വരും. അപ്പോൾ അങ്ങനെയുള്ള ചുംബനരസം കൊണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓമനിക്കും, അവരെ ചുംബിക്കും, അവർ തിരിച്ച് ചുംബിക്കും. അങ്ങനെയുള്ള ആ ഒരു രസം കൊണ്ടും ബന്ധുരദന്ത അങ്കുര സ്പഷ്ടഹാസാഭം, ബന്ധുരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദന്താങ്കുരം, ആ ഒരു പല്ല്, നിരയൊത്ത പല്ലുകൾ, അതുകൊണ്ടുള്ള സ്പഷ്ടഹാസം, നല്ല പുഞ്ചിരി, അതിൻ്റെ ഒരു ആഭ പ്രകാശം അല്ലെങ്കിൽ ശോഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയം, ഭൂതലത്തിൽ ഭഗവാൻ നടന്നു തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ തൻ്റെ പാദം, താമര പോലെയുള്ള ആ ഒരു പാദം അവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു യാനം, ആ ഒരു നടത്തം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും, കാണുന്നവർക്ക് സ്വാഭാവികമായും കൊച്ചുകുഞ്ഞുങ്ങളുടെ കളി ഒരു രസം തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് തേജസ്സുള്ള ഈ ബാലന്മാരുടെ കളികൾ അത്രയും മനോഹരമായിരിക്കും. അങ്ങനെയുള്ള തങ്ങളുടെ ചേഷ്ടകളെ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഇതാണ് താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ. അവരുടെ സമസ്ത ഇന്ദ്രിയങ്ങൾക്കും, അവരുടെ കണ്ണിനും, അതായത് വാക്കുകൾ കൊണ്ട് ചെവിക്ക് രസം, അവരെ സ്പർശിക്കുന്നത് കൊണ്ട് അതാണ് മാർദ്ദവമുള്ള മേനിയാണ്. അങ്ങനെ സ്പർശന സുഖം, അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും രസിപ്പിച്ചുകൊണ്ടാണ് അവരങ്ങനെ കളിക്കുന്നത്. ഇനി ഭഗവാനെ ഒന്ന് വേറെ തന്നെ വർണ്ണിക്കുന്നു. ഫാലദേശാന്തേ, ഫാലം നെറ്റിത്തടം, ആ നെറ്റിത്തടത്തിൽ സ്വർണ അശ്വത്ഥ പർണം, സ്വർണ നിറത്തിൽ അശ്വത്ഥ പർണത്തിന്റെ, അശ്വത്ഥം അരയാലിന്റെ പർണം ഇല, അതിന്റെ ആകാരം ആകൃതിയിൽ മാലേയം അണിഞ്ഞു. മാലേയം ഇങ്ങനെ ഒരു ചന്ദനക്കുറി, സ്വർണ നിറത്തിലുള്ള കുറിയൊക്കെ തൊട്ടിട്ട് അവിടെ പറ്റിയിടും കുരളവും, അതിലിങ്ങനെ ഒരു കുറുനിര അവിടെ വന്ന് പറ്റിക്കിടക്കും. കാരണം കളിച്ച് വിയർക്കുമ്പോഴൊക്കെ അങ്ങനെ അവിടെ വന്ന് പറ്റിക്കിടക്കും. ഒപ്പം അഞ്ജനം അണിഞ്ഞതി അതിമഞ്ജുളതരമായ, നല്ല കൺമഷിയൊക്കെ അണിഞ്ഞ് അതിമഞ്ജുളം, അത്രയും മനോഹരമായിട്ടുള്ള കഞ്ചനേത്രം, താമര പോലെയുള്ള നേത്രം,
ഒപ്പം കടാക്ഷ അവലോകനങ്ങൾ. ഭഗവാന്റെ ആ കണ്ണുകൊണ്ടുള്ള നോട്ടം തന്നെ ഒരു വല്ലാത്ത ഒരു നിർവൃത്തിയാണ്. ഇനി കർണ അലങ്കാര മണികുണ്ടലം, ഭഗവാന്റെ കർണ അലങ്കാരങ്ങൾ, അതിലെ ആ ഒരു മണികുണ്ടലം. സാധാരണ മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കമ്മലുകൾ ഉണ്ടാവുക. അതിന്റെ ആ ഒരു തിളക്കം, മിന്നുന്ന ആ ഒരു തിളക്കം കൊണ്ട് സ്വർണ ദർപ്പണ സമം, സ്വർണ വർണ്ണത്തിലുള്ള ദർപ്പണം, ഒരു കണ്ണാടിയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ, അതാണ് സമം, അതിന് തുല്യമായിട്ടുള്ള ഗണ്ഡമണ്ഡലങ്ങൾ, ഗണ്ഡം കവിൾത്തടം. അപ്പൊ ഭഗവാന്റെ ആ ഒരു കാതിലെ കമ്മലിന്റെ ആ ഒരു തിളക്കം കൊണ്ട് ഭഗവാന്റെ കവിൾത്തടവും സ്വർണവർണ്ണത്തിൽ അങ്ങനെ മിനുങ്ങുന്നു, പ്രകാശിക്കുന്നു. അപ്പോൾ അതൊരു സ്വർണം കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഭഗവാന്റെ ആ മിനുമിനുത്ത കവിൾത്തടം. ഇനി ശാർദൂല നഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും. ഇവിടെ ഭഗവാന്റെ കഴുത്തിലണിഞ്ഞ മാലയെ കുറിച്ച് പറയുന്നു. ശാർദൂല നഖം, പുലിനഖവും വിദ്രുമമണി, നല്ല രത്നമണികളും ചേർത്ത്, ഒപ്പം കാർത്തസ്വരമണികൾ, നല്ല കറുത്ത മുത്തുമണികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് ചേർത്ത അത് മധ്യേ മധ്യേ, ഇടയിലിടയിൽ അങ്ങനെ ചേർത്ത് കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡം. അവിടെ കണ്ഠത്തിന് നല്ല ഒരു മാല ഇട്ടിരിക്കുന്നു. ഇത് കൂടാതെ മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃത ഉരസി, ഉരസ് വക്ഷസ്ഥലം, ആ വിസ്തൃതമായ ഭഗവാന്റെ ആ ഒരു മാറിൽ ഈ മുത്തുമാലകളും വനമാലകളും ഒക്കെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചാർത്തും തുളസി മാല്യങ്ങളും. പിന്നെ ഭഗവാന്റെ വസ്ത്രം നിസ്തുല പ്രഭ വസ്ത്ര ലാഞ്ചന വിലാസവും, ഒപ്പം നിസ്തുലമായിട്ടുള്ള പ്രഭ ചൊരിയുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളുടെ ആ ഒരു വിലാസം. അങ്കദങ്ങളും, അങ്കദം തോൾവളകൾ, വലയങ്ങൾ, കങ്കണങ്ങൾ, കൈവളകൾ. പിന്നെ കാഞ്ചന സദൃശ പീതാംബരം, ഒരു സ്വർണം തന്നെയാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പീതാംബരം, മഞ്ഞപ്പട്ട്. അതിൻ്റെ ഉപരി ആ മഞ്ഞപ്പട്ട് ചാർത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചാർത്തും കാഞ്ചികൾ, അരഞ്ഞാണം, പിന്നെ നൂപുരങ്ങൾ, ഭഗവാന്റെ കാൽത്തളകൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അലങ്കാരങ്ങളോട് കൂടി സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്ക് നാഥൻ. അങ്ങനെ ഈ ഭൂമിക്ക് തന്നെ ഭഗവാൻ ഒരു അലങ്കാരമായി തീർന്നു. ഇനി പറയുന്നു, ഭർത്താവിന് അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർ മാനിനിതാനും കളിച്ചു വിളങ്ങിനാൾ. ഇവിടെ ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി ദേവി, ഭഗവാൻ എവിടെയുണ്ടോ, മഹാവിഷ്ണു എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടാകും. അപ്പോ ഇവിടെ മഹാവിഷ്ണു വന്ന് അയോധ്യയിൽ ഇങ്ങനെ വന്ന് ജനിച്ചപ്പോൾ അതാണ് പറയുന്നത്, ഭർത്താവിന് അധിവാസമുണ്ടായ, തൻ്റെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണു വന്ന് ജനിച്ച ആ അയോധ്യയിൽ പൊൽത്താർ മാനിനി ലക്ഷ്മി ദേവി താനും കളിച്ചു വിളങ്ങിനാൾ. ആ ദേവിയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഐശ്വര്യം നിറയുക എന്നർത്ഥം. അങ്ങനെ ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ട് അനുദിനം, എല്ലാ ദിവസവും ഓരോ ദിവസം കൂടുന്തോറും ഐശ്വര്യം വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ അത്രയും സന്തോഷമുണ്ടാകുന്നു. അതാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം. അങ്ങനെ ഭൂതിയും വർദ്ധിച്ചിതു, ഭൂതി ഐശ്വര്യം. അങ്ങനെ ഭൂതിയും വർദ്ധിച്ചിതു, ലോകവും ആനന്ദിച്ചു. ഈ ലോകം മുഴുവൻ എന്തെന്നില്ലാത്തൊരു ആനന്ദ അനുഭൂതിയിൽ അങ്ങനെ അവരുടെ ദിവസങ്ങൾ പെട്ടെന്നങ്ങനെ മറഞ്ഞു പോവുകയാണ്. ഓരോ ദിവസവും പോകുന്നതേ അവരാരും അറിയുന്നില്ല. അത്രയും സന്തോഷത്തോടെ അയോധ്യാവാസികളും രാജാവും ദശരഥനും അമ്മമാരും എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞു. ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു, അവരെ സന്തോഷിപ്പിച്ച്
സംപ്രതി ഇപ്പോൾ, കൗമാരവും സംപ്രാപിച്ചിതു ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നു, അവർ കൗമാരത്തിൽ എത്തി മെല്ലെ. വിധിനന്ദനനായ, വിധിനന്ദനൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു, ഉപനയനമൊക്കെ വിധിപൂർവകം ചെയ്തു ബാലന്മാരെ. ശ്രുതികളോടും പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ, ശ്രുതി വേദം, ഒപ്പം അംഗങ്ങൾ വേദാംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, നിരുക്തം തുടങ്ങിയ വേദാംഗങ്ങൾ, ഒപ്പം ഉപാംഗങ്ങൾ, ഉപാംഗങ്ങളായിട്ടുള്ള ധനുർവേദം, വേദത്തിൻ്റെ ഉപാംഗങ്ങൾ, ധനുർവേദം, ഗാന്ധർവവേദം തുടങ്ങിയ വേദങ്ങളും, സ്മൃതികളും ഉപസ്മൃതികളും, സ്മൃതികൾ യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി തുടങ്ങിയ സ്മൃതികൾ, ഒപ്പം ഉപസ്മൃതികൾ, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു. ഇതൊക്കെ തന്നെ അശ്രമമെല്ലാം പാഠമായതു, ഒട്ടും വിഷമമില്ലാതെ വളരെ എളുപ്പമായിട്ട് ഇതൊക്കെ ഭഗവാന് പാഠമായതിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ എഴുത്തച്ഛൻ ചോദിക്കുകയാണ്, പാർത്താൽ എന്തൊരത്ഭുതം, ഇതിലെന്താ ഇപ്പൊ അത്ഭുതപ്പെടാനുള്ളത്? കാരണം അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. ഭഗവാനെ, അങ്ങയുടെ ആ വിരാട് സ്വരൂപത്തിൽ നിന്നാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഇവിടെ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ വിരാട് പുരുഷൻ തന്നെ ഇവിടെ ഒരു അവതാരമെടുത്തു വന്നാൽ ഇതൊക്കെ മറ്റൊരാൾ പഠിപ്പിക്കുന്നു എന്നതൊക്കെ ഒരു മായയിലുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ, ഒരു ഭഗവാന്റെ ലീലകളാണ്. അപ്പൊ തൻ്റെ ശ്വാസങ്ങൾ തന്നെ തനിക്ക് പാഠമാകുന്നു എന്നതിൽ, അത്രയും പെട്ടെന്ന് പാഠമാകുന്നു എന്നതിൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സകല ചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു, ഭഗവാന്, ഈ സകല ചരാചരത്തിൻ്റെയും ഗുരുവായിട്ടുള്ള ഭഗവാൻ തനിക്ക്, ഭഗവാന് ഒരു ഗുരുവായി ചമഞ്ഞിടും. ആ ഭഗവാന് ഗുരുവായിട്ടിരിക്കാൻ സഹസ്രപത്രോദ്ഭവപുത്രനാം ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ആ വസിഷ്ഠന്റെ മഹത്വമേറും, അതൊരു മഹത്വമാണ്. സകല ചരാചരങ്ങളുടെയും ഗുരുനാഥനായ ഭഗവാന് ഗുരുവായിട്ടിരിക്കാനുള്ള ആ മഹാഭാഗ്യം ലഭിച്ച വസിഷ്ഠന്റെ മഹത്വം, ഭാഗ്യം എന്ത് ചൊല്ലാവതോർത്താൽ, അതിനെക്കുറിച്ച് മഹാഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാണ്? ധനുർവേദ അംഭോനിധി പാരകന്മാരായി വന്നു. ധനുർവേദം ആ ഒരു ആയുധ വിദ്യയൊക്കെ അതിൻ്റെ അംഭോനിധി പാരകന്മാർ, എന്നാൽ അതൊരു സാഗരമാണെങ്കിൽ അത് വളരെ വേഗം ഇവരൊക്കെ കടന്നു. അതായത് അതിൽ അത്രയും സമർത്ഥരായി. ഇങ്ങനെ സമർത്ഥരായി എന്ന് തൻ്റെ തനയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ, തൻ്റെ മക്കളൊക്കെ അത്രയും സമർത്ഥരായിട്ടുള്ള പോരാളികളായിരിക്കുന്നു എന്ന് കണ്ട ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. അപ്പൊ ഇവിടെ ഈ ഒരു പഠനത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത മുനിനായകനായിട്ടുള്ള വസിഷ്ഠനെ എല്ലാ വിധത്തിലും അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു ദശരഥൻ. ഇനി പറയുന്നു, രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും തമ്മിൽ ഒരു സ്വാമി ഭൃത്യഭാവം, അതാണ് ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവം. സേവകനായിട്ട് ലക്ഷ്മണനും താൻ സേവിക്കുന്ന തൻ്റെ ഒരു ആചാര്യനെ പോലെയാണ് ശ്രീരാമചന്ദ്രനെ കാണുന്നത്. ഇതേപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ, അവരും തമ്മിൽ സ്വാമി ഭൃത്യക ഭാവം. അവർ തമ്മിലും ഭരതനെ ഒരു സ്വാമിയെ പോലെയാണ് ശത്രുഘ്നൻ കാണുന്നത്. അങ്ങനെ അവർ കൈക്കൊണ്ടാരനുദിനം. ആ ഒരു രീതിയിലാണ് അവർ ഇങ്ങനെ വളർന്നു വന്നത്. രാഘവൻ അതുകാലം ഏകത, ഒരിക്കൽ കുതൂഹലാൽ, ഒരു കൗതുകത്തിന്, കാരണം ധനുർവിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരീക്ഷ എന്ന പോലെയാണ് നായാട്ടൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒരു കൗതുകത്തിന് വേഗമേറിയിടുന്നൊരു തുരകരത്നം ഒരു കുതിരയുടെ മുകളിലേറിയിട്ട്
പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണാസന തൂണികൾ, ബാണതൂണീരം ആവനാഴി, ബാണാസനം ആ ഒരു വില്ല്, ആ വില്ല് കയ്യിൽ വെച്ചുകൊണ്ട് കാനനദേശേ, കാനനം തോറും നടന്നിടിനാൻ നായാട്ടിനായിട്ട്. അപ്പോൾ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളോടും കൂടെ കാനനത്തിൽ നായാട്ടിനായി പോയി അവിടെ കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ. അപ്പൊ ഇവിടെ ദുഷ്ടമൃഗങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്നതിൽ ചിലത് മാത്രമേ ഉള്ളൂ ദുഷ്ടമൃഗങ്ങൾ. ഇവിടെ ഹരിണം എന്നാൽ മാനാണ്, ഹരി സിംഹം, കരി ആന, കരടി, ഗിരി പന്നി, ഹരിശാർദൂലാദി അവിടെ പുലി, അതുപോലെ കടുവ തുടങ്ങിയ അമിത വന്യമൃഗം, ഇങ്ങനെയുള്ള വന്യമൃഗത്തെയും വധിച്ചുകൊണ്ടുവന്ന് ജനകൻ കാൽക്കൽ വെച്ചു, അച്ഛനായ ദശരഥന്റെ കാൽക്കൽ വെച്ച് വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. അപ്പോൾ തങ്ങളുടെ ആ ഒരു ധനുർവിദ്യയിലുള്ള പാടവം തെളിയിക്കാനാണ് ഈ ഒരു നായാട്ട് നടത്തി അങ്ങനെ തൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനെ വിധിയാം വണ്ണം നമസ്കരിച്ചു. ഇനി അവരുടെ ഒരു ദൈനംദിന കാര്യം പറയുന്നു. നിത്യവും ഉഷസ്സി അതായത് ആ ഒരു ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉത്ഥായ എഴുന്നേറ്റിട്ട് കുളിച്ചൂത്തു, നമ്മൾ പറയുന്ന കുളിയും തേവാരവും ഒക്കെ ചെയ്ത് ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം, സന്ധ്യ എന്നാൽ രാവും പകലും, രാത്രിയും പകലും സന്ധിക്കുന്ന സമയമാണ് സന്ധ്യ. ഇത് രണ്ടുണ്ട്, ഒന്ന് പ്രാതസന്ധ്യ പിന്നൊന്ന് സായം സന്ധ്യ. അപ്പൊ ഈ രണ്ട് സന്ധ്യാസമയത്താണ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ പറ്റിയ സമയം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പറയുന്ന സന്ധ്യ പ്രാതസന്ധ്യയാണ്. അപ്പോൾ രാവിലെയുള്ള, അതായത് 7:30 പുലർച്ചെ എന്നൊക്കെ പറയുന്ന ഒരു ബ്രാഹ്മമുഹൂർത്തത്തിലുള്ള സന്ധ്യ, ആ വന്ദനമൊക്കെ ആ സമയത്തുള്ള സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് പിന്നീട് ജനകജനനിമാർ തൻ്റെ അച്ഛൻ്റെയും അമ്മമാരുടെയൊക്കെ ചരണാംബുജം അവരുടെ കാൽക്കൽ വന്ദിച്ച് അനുജനോടും ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ച്, കാരണം ഇനി ഇവർ രാജകുമാരന്മാരാണ്, അപ്പൊ അതിനുള്ള ഒരു പരിശീലനം കൂടിയാണ്, ഭാവിയിൽ രാജാവാകാനുള്ള ഒരു പരിശീലനത്തിനായിട്ട് ഇവിടെ ആ ഒരു ദർബാറിൽ വന്നിരുന്ന് ആ രാജാവിൻ്റെ കൂടെ തന്നെ, ദശരഥ മഹാരാജാവിൻ്റെ കൂടെ തന്നെ പൗരകാര്യങ്ങളൊക്കെ ചിന്തിച്ച് ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു. യാതൊരു വിധത്തിലുള്ള ആ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ദണ്ഡനീതി അങ്ങനെ ചെയ്തുകൊണ്ട് ആ ലോകത്തിനെ മുഴുവൻ രഞ്ജിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് ധർമ്മപാലനം ചെയ്തു. വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു അവരുടേതായ രീതിയിലുള്ള ഒരു പരിപാലനം ചെയ്തു. അങ്ങനെ ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ച്, ഇതൊക്കെ അവരുടെ ആ ഒരു ദൈനംദിന ചര്യ പറയുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് ധർമ്മശാസ്ത്രാദി പുരാണ ഇതിഹാസങ്ങൾ കേട്ട്, കാരണം കൊട്ടാരത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു വിദ്യാഭ്യാസവും, അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ധർമ്മശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ. ഇങ്ങനെ നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസ. പിന്നീട് അപ്പോൾ ഭഗവാനെ കുറിച്ച് പറയുന്നു, ആ പരമാനന്ദ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ നിത്യം പരമൻ, പരാപരൻ, പരബ്രഹ്മാഖ്യൻ, പരൻ, പുരുഷൻ, പരമാത്മാ, പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവും രക്ഷകനുമായിട്ടുള്ള ഭഗവാൻ ഈ ഒരു അയോധ്യ എന്ന ആ രാജ്യത്തെ, അതായത് പ്രപഞ്ചത്തെ വെച്ച് നോക്കുമ്പോൾ അയോധ്യ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയൊരു ആ രാജ്യത്തെ മാത്രമായി പരിപാലനം ചെയ്യുന്നത് തന്നെ ഒരു രസമാണ്. അങ്ങനെ ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ത് ഏവം ഇപ്രകാരം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ട് വാണിയിടിനാൻ. അങ്ങ് ഒരു രാജാവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭഗവാനെ അങ്ങ് ഇതൊക്കെ ചെയ്യുന്നല്ലോ. എന്നാൽ ചേതസാ വിചാരിച്ചു കാൺകിലോ, എന്നാൽ നമ്മൾ ആ തത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും. യഥാർത്ഥത്തിൽ ഇവിടെ ആ പരമമായ പുരുഷൻ, പരംപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. ഭഗവാന്റെ സന്നിധി മാത്രേണ ഞാനിതൊക്കെ ചെയ്യുന്നു എന്ന് മായാദേവിയായ സീതാദേവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം. എന്തൊരു മഹാമായ വൈഭവം, ചിത്രം ചിത്രം. അപ്പോൾ അങ്ങനെ ഒരു അവതാര പുരുഷനായി വന്നിട്ട് ഇവിടെ ഈ ചെറിയ ക്രിയകളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എന്തൊരു അത്ഭുതമാണ് ഭഗവാനെ എന്ന് പറയുന്നു.